കഴിഞ്ഞ ദിവസം നമ്മളൊരു മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു 1.25 മണിക്കൂറോളം വരുമായിരുന്നു. ഇതൊരു ഡെയിലി വ്ളോഗ് പോലെ എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് ആയിട്ട് ഇടാം എന്ന് കരുതി അന്നാലും എടുത്തു വെച്ച വിഷ്വൽസാണ് കേട്ടോ. കൊക്ക് പറന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചിട്ട് ചീറ്റിപ്പോയതാണ് ഈ കാണുന്നത്. നേരെ മുന്നിൽ കാണുന്ന ആ തോട്ടിൽ നിന്ന് മീൻ പിടിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോയി തുടങ്ങിയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതിലെ വെള്ളം കലങ്ങി കിടക്കുമായിരുന്നു, നിറയെ പായലുമായിരുന്നു. ഇവിടെ കണ്ടമൊക്കെ ഉഴുത സമയത്ത് കണ്ടത്തിലെ ചെളിവെള്ളം തോടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന മീനൊന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മുടെ ക്ലാസ് മീൻപിടുത്തക്കാരനായ ഡാലു ഗ്ലെയർ അടിക്കാതിരിക്കാനായിട്ട് പോളറൈസ്ഡ് ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ചെളിവെള്ളത്തിൽ എന്ത് പോളറൈസ്ഡ് ഗ്ലാസ്, ഉഴുതിട്ടിട്ട് വെച്ച ട്രാക്ടറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈഗോ ഹർട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ തോട്ടിൽ എവിടെയെങ്കിലും ഒരു തെളിഞ്ഞ ഭാഗം ഉണ്ടാവും, അവിടെ നിന്നൊരു സിലോപ്പിയെ പിടിച്ചിട്ടേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഡാലു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് അങ്ങ് ദൂരെ ഒരു പശുക്കിടാവ് നിൽക്കുന്നുണ്ടോ. അതിനെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി. പുള്ളീനെ ഒന്ന് കമ്പനി ആക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷേ നമ്മൾ പുള്ളീനെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പേടിച്ചു പോയി. എന്തോ ഭീകരജീവിയെ കണ്ട പോലെ പുള്ളി ഞെട്ടി വിറച്ച് നിന്ന കാരണം നമ്മൾ ആ വഴിക്ക് പോയി. പിന്നെ അവനെ ഉപദ്രവിക്കാൻ നിന്നില്ല. പിന്നെ ഈ തോടിൻ്റെ മറ്റേ കൂടെ വെള്ളത്തീട്ട് നോക്കി വണ്ടി ഓടിക്കലായി അടുത്ത പരിപാടി. മീൻ കിട്ടാത്തതിലും വലിയ നാണക്കേടാണ് ഈ തോട്ടിലൊക്കെ വീണ് മരിക്കുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞു നോക്കി. ഏവട്ടെ, പാടത്തിൻ്റെ നടുക്ക് കൂടെയുള്ള ഈ വഴി അങ്ങ് കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ. മൂവാറ്റുപുഴയാറുമായിട്ട് ഈ പാടത്തിനൊരു കണക്ഷനുണ്ട്. അങ്ങനെ ആയിരിക്കാം ഈ തോടുകളിലൊക്കെ ധാരാളം മീൻ വരുന്നത്. സിലോപ്പിയാണ് ഈ ഭാഗത്തെ മെയിൻ വേട്ടമൃഗം. സിലോപ്പി, ബ്രാല് മുതലായ മീനുകളൊക്കെ എപ്പോഴും അടിക്കാറുള്ളതാണ്. ഈ ഭാഗത്താണ് സാധാരണ ഏറ്റവും കൂടുതൽ മീൻ കിട്ടാറ്. നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ചു പോകുന്ന ഈ വഴിയൊക്കെ മഴക്കാലത്ത് മുങ്ങിയ ശേഷം ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് പോയിട്ട് ഈ പാടം ഉണ്ടെന്ന് പോലും അറിയാത്ത വിധം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാറുള്ളതാണ്. എന്തായാലും ഇന്ന് മീൻ പിടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ഡാലു അങ്ങ് വിദൂരതയിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. തോട്ടറപ്പുഞ്ച അങ്ങനെ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് എവിടുന്നെങ്കിലുമൊക്കെ ഒരു മീനെ പിടിച്ച് പുള്ളിയുടെ കഴിവ് തെളിയിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അവസാനം നമ്മുടെ തോട്ടറപ്പുഞ്ചയിലെ തന്നെ തെളിഞ്ഞ ഒരു ഭാഗത്തെത്തി. പിന്നെ മീനില്ലാത്തതായി അടുത്ത പ്രശ്നം. അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചെറിയ മീനാലും അടിച്ച് നോക്കിയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കാണാറുള്ളൊരു കഥയില്ലേ, ഭയങ്കര കഴിവുള്ള ഒരാൾ, അയാളുടെ കഴിവുകളൊക്കെ മറച്ചു വെച്ച് മറ്റൊരിടത്ത് പോയി താമസിച്ച് അവിടുത്തെ ആൾക്കാരുടെ മുഴുവൻ ആട്ടും തുപ്പും പുച്ഛവും സഹിച്ച് ഏറ്റവും ഒടുവിൽ അയാളുടെ കഴിവ് തെളിയിച്ച് കട്ട ഹീറോയിസം കാണിക്കുന്ന ഒരു കഥ. അതുപോലെ മീൻ പിടിക്കുന്ന സമയത്ത് മീൻ കിട്ടാതെ വരികയും ഞാൻ ഡാലുവിനെ പരിഹസിക്കുകയും ചെയ്തിട്ട് ഏറ്റവും അവസാനം പുള്ളി മീൻ പിടിച്ചുകൊണ്ട് വന്ന് കുറേ ഹീറോയിസം കാണിക്കുന്നതായി ചിത്രീകരിക്കാമെന്ന് ഡാലു അഭിപ്രായപ്പെട്ടു. പക്ഷെ പറഞ്ഞതുപോലെ തന്നെ പുള്ളി നല്ല കട്ട ഹീറോയിസം തന്നെ കാണിച്ചു കേട്ടോ. എന്താ ഒരു മീനെ പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് വരുന്നതുണ്ടോ. ഈ പൊക്കിയെടുത്തത് ഒരു ചെറിയ മീനായിരുന്നുവെങ്കിലും ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് കിട്ടിയ മീൻ. കിട്ടുന്നത് ലൈവായിട്ട് നമ്മുടെ ലൈവ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെനക്കെട്ടവനൊരു മരത്തിലൊക്കെ വലിക്ക്. ഒരു വെള്ളി വീണ് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് ജീവിതകാലം മുഴുവൻ കളിയാക്കാം എന്ന് പറഞ്ഞാണ് പുള്ളി ഇരിക്കുന്നത്. എന്തായാലും മറ്റൊരു മീനെയും കൂടെ പിടിച്ച് അതിൻ്റെ ഇടയിലും പുള്ളി ഒരു ഹീറോയിസം കാണിക്കാൻ മറന്നില്ല. തോട്ടറപ്പുഞ്ചയിൽ കൃഷിക്കാവശ്യത്തിലധികം വെള്ളമുള്ളത് കൊണ്ട് ഇവിടുത്തെ വെള്ളം വറ്റിക്കുന്നതിനുള്ള വലിയ പമ്പ് ഹൗസാണ് ഈ കാണുന്നത്. ചെറിയ അളവിലുള്ള വെള്ളം ഇവിടെ നിന്ന് കളഞ്ഞാൽ പോരാ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മോട്ടറിൽ നിന്നും ബെൽറ്റ് ഉപയോഗിച്ച് ആ കാണുന്ന ഭാഗം കറക്കിയാണ് ഇവിടുത്തെ വെള്ളം പുറത്തേക്ക് കളയുന്നത്. ഇതിലൂടെയൊക്കെ മീൻ ഇടയ്ക്ക് ചാടി പോകുന്നത് കാണാൻ കേട്ടോ. ഒരു വരാലിനെയും 3 സിലോപ്പിയെയും നമുക്ക് കിട്ടിയിരുന്നു. നമ്മുടെ ലൈവ് വീഡിയോയിൽ മീനെ കിട്ടുന്നത് നമ്മൾ ലൈവായി തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇത്തവണ കിട്ടിയ മീൻ ഡാലു എനിക്ക് തന്നുവിടുകയാണ് ചെയ്തത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെയും ധാരാളം ആളുകൾ ഇവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഈ കറങ്ങുന്ന ഭാഗത്തിൻ്റെ പേരറിയാത്തത് കൊണ്ടാണ് കറങ്ങുന്ന ഭാഗം എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ഭാഗത്ത് വെച്ച്
അന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ചു.